അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കരാർ ലംഘിച്ചത് സർക്കാരെന്ന് 24 വെളിപ്പെടുത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിക്കാൻ സർക്കാരിനായില്ല എന്ന് AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ വ്യക്തമാക്കി. ലിയാൻഡ്രോയുമായുള്ള ചാറ്റ് 24 പുറത്തുവിട്ടു. അതേസമയം നേരത്തെ AFA പ്രതിനിധി എന്ന് വിശേഷിപ്പിച്ച പീറ്റേഴ്സനെ വെറും മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇപ്പോൾ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ നയാ പൈസ സർക്കാരിന് ചെലവായിട്ടില്ലെന്ന V അബ്ദുറഹ്മാന്റെ കള്ളത്തരം രേഖാസഹിതം പൊളിച്ചടുക്കിയ 24 കരാർ ലംഘിച്ചത് AFA എന്ന മന്ത്രിയുടെയും സ്പോൺസറുടെയും ഏകപക്ഷീയവാദവും പൊള്ളയെന്ന തെളിവ് പുറത്തുവിടുകയാണ്. $130 കോടി വാങ്ങി അർജന്റീന ടീം വഞ്ചിച്ചെന്ന സർക്കാരിന്റെയും സ്പോൺസറുടെയും ആരോപണത്തെക്കുറിച്ചായിരുന്നു AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സിനോട് സമൂഹമാധ്യമമായ ലിങ്ക്ഡിനിലൂടെയുള്ള ചോദ്യം. ഇതിനുള്ള ലിയാൻഡ്രോ പീറ്റേഴ്സിന്റെ മറുപടി ഇങ്ങനെ: അർജന്റീന കരാർ ലംഘിച്ചുവെന്ന ആരോപണം ശരിയല്ല, അങ്ങനെയൊന്ന് ഉണ്ടായിട്ടേയില്ല. കേരള സർക്കാരാണ് കരാർ വ്യവസ്ഥകൾ പാലിക്കാതിരുന്നത്, അവരാണ് കരാർ ലംഘിച്ചത്. കരാർ സംബന്ധിച്ച ഒരു തെളിവ് പോലും പുറത്തുവിടാതെ അർജന്റീനയെ പഴിച്ച് തലയൂരാനുള്ള ശ്രമം പൊളിക്കുന്നതാണ് പീറ്റേഴ്സന്റെ മറുപടി. അതേസമയം ഏത് പീറ്റേഴ്സൺ എന്ന മട്ടിലാണ് മന്ത്രിയുടെ വിശദീകരണം. ലിയാൻഡ്രോ എന്ന് പറയുന്ന ആള് അവരുടെ മാർക്കറ്റിംഗ് ഹെഡാണ്. അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങൾ അർജന്റീനൻ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവാണ് അദ്ദേഹം. ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീം മാത്രമാണ്. 2024 അർജന്റീനയെ കേരളത്തിലേക്ക് ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിനിൽ പോയ മന്ത്രി കണ്ടതും ജേഴ്സി കൈമാറിയതും AFA പ്രതിനിധി എന്ന് വിശേഷിപ്പിച്ചതും ഇതേ ലിയാൻഡ്രോ പീറ്റേഴ്സിനെയാണ്. അതേ പീറ്റേഴ്സിനെയാണ് ഇപ്പോൾ വെറും മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞ തള്ളിപ്പറയുന്നത്. മന്ത്രി അന്ന് പറയുന്നതോ അതോ ഇപ്പോൾ പറയുന്നതോ ശരിയെന്നാണ് ആരാധകരുടെ ചോദ്യം. മെസ്സി എന്നെങ്കിലും വരുമോ എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: നമ്മൾ പണം കൊടുത്തെന്താ ഒക്ടോബർ നവംബറിൽ കളിക്കുക, അതല്ലെങ്കിൽ നമ്മൾ സലാം പറയാം, വേറെന്താ. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക് 24.